തിരൂരിൽ നിന്ന് കെ.വി. ബൈജു ആണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, നേരത്തെ തന്നെ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം കൂടുതൽ പരിശോധന ക്യാബിന് നടത്തി. അതിൽ നിന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അർജുന്റെ ഫോൺ, അർജുൻ ഉപയോഗിച്ചിരുന്ന ഈ യാത്രയ്ക്ക് ഇടയിലൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അടക്കമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? ഷിരൂരിൽ അർജുന്റെ വാഹനം പൂർണ്ണമായും കരയിലേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ ഈ അർജുന്റെ മൃതദേഹം കണ്ടെടുത്ത് ക്യാബിനിൽ വിശദമായി പരിശോധന നടത്തി. ആ പരിശോധനയിൽ കൂടുതൽ വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അർജുന്റെ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന ഫോൺ ക്യാബിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നു. വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രാ സമയത്ത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുമൊക്കെയായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ ആണ് ഈ ക്യാബിനിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്. 72 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഇത്തരം ഈ ക്യാബിനകത്ത് നിന്ന് ഭദ്രമായി തന്നെ ഇതെല്ലാം കണ്ടെടുക്കാൻ സാധിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. DNA പരിശോധനയിലൂടെ മാത്രമാണ് അർജുൻ്റേത് എന്ന് മൃതദേഹം ഉറപ്പിക്കുമ്പോൾ പോലും അതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാണ് DNA പരിശോധന നടത്തുന്നത്. DNA പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കുടുംബത്തിന് കൈമാറുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അർജുന്റെ മൃതദേഹം എന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. വളരെ വൈകാരികമായ ഒന്ന് പലപ്പോഴും അർജുൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഓരോ തവണ യാത്ര പോയി വരുമ്പോഴും കുട്ടിക്ക് കളിപ്പാട്ടവുമായാണ് എത്താറുള്ളത് എന്ന്. ഇപ്പോഴിതാ കുട്ടിക്കായി കരുതിയ കളിപ്പാട്ടം അടക്കം വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അർജുൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ, കുഞ്ഞിനായി കരുതിയ കളിപ്പാട്ടം, അർജുൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷണം പാചകം ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഒക്കെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുന്നു. നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ കെ.വി. ബൈജു പറയുന്നത് പോലെ അർജുൻ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിരുന്നു ഈ ലോറി. ആ ലോറി ഇതെല്ലാം തിരികെ നൽകുന്നു. ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് ആ ലോറി അർജുന്റെ കുടുംബത്തിന് ഇതെല്ലാം തിരികെ ഏൽപ്പിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഷിരൂരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബൈജു, തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അർജുന്റെ പല പല വസ്തുക്കൾ അതെല്ലാം ആ അർജുന്റെ പ്രിയപ്പെട്ട ലോറി തിരിച്ചു നൽകുന്ന കാഴ്ച. എന്തായാലും അർജുന്റെ മൊബൈൽ ഫോൺ, അർജുന്റെ വീട്ടിലേക്ക് അവസാനമായി വിളിച്ച ആ മൊബൈൽ ഫോൺ അത് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അർജുൻ പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പാത്രങ്ങൾ അതൊക്കെ ക്യാബിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. വീണ്ടും വീണ്ടും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ്. ഏതായാലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അർജുനും അർജുന്റെ ലോറിയുമായുള്ള ആ ബന്ധം അത് തെളിയിക്കുന്നതാണ്. ഒരുപാട് വസ്തുക്കൾ, അത്തരത്തിലൊരു വീട് തന്നെയായിരുന്നു അർജുൻ ഈ ലോറി എന്ന് വേണം പറയാൻ. അത്തരം വസ്തുക്കളൊക്കെ ഇപ്പോൾ ഈ ലോറി തിരികെ നൽകിയിരിക്കുന്നു. അർജുന്റെ പ്രിയപ്പെട്ട ലോറി. എന്തായാലും ഇപ്പോൾ ഒരു അസ്ഥി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ ഭാഗവും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ക്യാബിനകത്ത് സീറ്റൊക്കെ കാണാം. അർജുൻ ഉറങ്ങാൻ കിടന്ന ആ സീറ്റൊക്കെ കാണാം. അതൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്ത് അതിൽ നിന്നും എന്തെങ്കിലും വസ്തുക്കൾ കൂടുതലുണ്ടോ എന്ന് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനവട്ട തിരച്ചിലാണ്. ഇനിയിപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോറിയിലെ സീറ്റും വേർപ്പെടുത്തി സീറ്റ് പുറത്തേക്ക് എടുത്തു കഴിച്ചിരിക്കുന്നു. പാത്രങ്ങളൊക്കെ കാണാം. അർജുൻ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണെന്ന് നേരത്തെ തന്നെ ജിതിൻ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. സുഹൃത്തുക്കൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. മറ്റു ലോറിക്കാർക്കൊക്കെ അത്തരത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ അത്തരത്തിൽ ഇതിനകത്ത് നിന്ന് ഇപ്പൊ ലഭിച്ചു. ഓരോ വസ്തുക്കൾ, അർജുൻ ഉപയോഗിച്ച വസ്തുക്കളും അതെല്ലാം ആ ലോറി അതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചു എന്നതാണ്. ഒരു പാത്രം പോലും പുറത്തേക്ക് ഗംഗാവലി പൊടിയിലേക്ക് പോയിട്ടില്ല. അതെല്ലാം ഇപ്പോൾ എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം, അർജുന്റെ വസ്ത്രം ഒക്കെ പുറത്തെടുത്തു. ഒരു